അപ്പൊ നമുക്ക് തീറ്റ എടുക്കാം പശുവിന്. നമ്മുടെ സ്റ്റോർ റൂമിന്റെ അവസ്ഥ ഇതാണ് കേട്ടോ. അതിൽ ഡ്രമ്മിലാണ് നമ്മൾ തീറ്റ ഇട്ട് വെച്ചേക്കണത്. അപ്പൊ നമ്മള് തീറ്റ എടുക്കുന്നത് പൊടിത്തീറ്റയാണ് എടുക്കുന്നത്. അപ്പൊ നമ്മള് ഇതില് നമ്മുടെ തീറ്റ എടുക്കുന്ന പാത്രം ഇതുപോലെ ഒരു മിക്സിയുടെ ജാറാണ് കേട്ടോ. ജ്യൂസറിന്റെ ജാറാണ്. മിക്സി കേടായപ്പോ അത് വെച്ചിട്ട് ചെയ്യണം. ഒരു പാത്രം തീറ്റ ഇങ്ങനെ വലിച്ചാണ് കേട്ടോ എടുക്കുന്നത്. അതില് ഒരു പശുവിന് 4 എണ്ണം പൊടി. കാറ്റ് വരുന്നേ, അതാണ് ശരിയുള്ളത്. കാറ്റ് വരുന്നുണ്ട്, അതാ. 4 ഈ പാത്രത്തില് 4 പാത്രമാണ്. അതായത് 4 കിലോ അതാണ് കൊടുക്കുന്നത്, എടുക്കുന്നത്. അപ്പൊ ഈ ഇരിക്കുന്ന പാത്രത്തിലൊക്കെ നമുക്ക് നമ്മുടെ പശുക്കൾക്ക് തീറ്റ ഇതുപോലെ തന്നെ സെയിം അളവിൽ തന്നെ എടുക്കാനുള്ളതാണ്. അപ്പൊ നമുക്ക് ഇനി തീറ്റ എടുത്ത് റെഡിയാക്കാം എല്ലാത്തിനും. അപ്പൊ നമ്മുടെ തീറ്റയുടെ രീതിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ പൊടി തീറ്റ തീറ്റ കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ ഭദ്രമായിട്ട്, അല്ലെങ്കിൽ കാറ്റ് വന്നിട്ടേ മഴ നനയും. ഇവിടെ കാറ്റിട്ട് കാറ്റ് മഴ അടിക്കും. അത് കാരണം ഇങ്ങനെയൊക്കെ വെക്കുന്നത്. ഇനി നമുക്ക് കാൽസ്യം ഒഴിക്കാനുണ്ട്. അപ്പൊ ഞാനിപ്പോ ഒരു ഒഴിച്ചത് കാൽസ്യം ഉണ്ടോ. അത് നമ്മുടെ ഇതാണ് ബ്രാൻഡ്, ഈ കമ്പനിയുടെയാണ്. കാൽസ്യം സിറപ്പാണ് ഒഴിച്ചത്. കാരണം അത് ഇതില് ഈ മിക്സഡ് ഫീഡ് തീറ്റയിലും മാത്രം കാൽസ്യം ഒഴിക്കാൻ പറ്റുള്ളൂ, ലിക്വിഡ് ആയിട്ടല്ലേ. ഓറലായിട്ട് കൊടുക്കുന്നത് അല്ലാണ്ട് നമ്മള് മറ്റേ ബോട്ടിലിൽ കൊടുക്കാറുണ്ട്. അത് കൂടാണ്ട് അഡീഷണൽ കൊടുക്കുന്ന എക്സ്ട്രാ കൊടുക്കുന്നതാണ് ഇത് കാൽസ്യം. ഇതിലിങ്ങനെ ഒഴിച്ചു കൊടുക്കും. പശുക്കളെ സമ്മതിക്കില്ല ഈ തീറ്റയുടെ മണം അടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് കുഴപ്പിക്കാനുണ്ട്, ഇടങ്ങേറാക്കി കളയും. അതുകൊണ്ടാണ് ഈ പുറകിൽ വെച്ചിട്ട് ചെയ്യണം. നമുക്ക് സ്ഥലം ഇത്തിരി സൗകര്യം കുറവാണല്ലോ. എല്ലാം ശരിയാവും എന്ന് വിചാരിക്കുന്നു. ശരിയാവണം. അപ്പൊ നമ്മള് കുഴച്ച് വെച്ച തീറ്റ വെച്ച് കൊടുക്കാം. കറക്കാനിരിക്കാം. താരാട്ട കുഞ്ഞി കറങ്ങി കറക്കാട്ടാ. ഈ കറക്കത്തിളക്ക് ഒരു പ്രത്യേകത ഉണ്ട്. കറക്കണ സമയത്ത് തീറ്റ കഴിഞ്ഞ് കഴിഞ്ഞാ കറമ്പി പാല് നന്നായിട്ട് തന്നെ ദേഷ്യം പിടിച്ചാ നിൽക്കുന്നത് പറമ്പി. പറമ്പിക്ക് വെള്ളം കൊടുത്തല്ലേ ചാക്ക? പറവയുടെ വീഡിയോ ഇടാന്ന് പറഞ്ഞില്ലേ, അത് കാരണമാണ് വീഡിയോ എടുത്തത്. ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങളുടെ പരാതി കമന്റ് ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു. അതിന് പാല് പിടിക്കണ്ടോന്നൊരു സംശയമായിട്ടാ. ആ വഴിയിലറിയാ ദേഷ്യം നിക്കണേന്ന്. ചക ഒരു വലി നന്ദിനി കുഞ്ഞെന്തിനെ കയറേണേ? കൊള്ളൂ വിശക്കണുണ്ടാ? ഫുഡ് തരാട്ടപ്പാ. ചോടാ തിരിച്ചിട്ട് ഇച്ചിരി നന്നായിട്ടുണ്ടല്ലേ? നന്ദിനി കുഞ്ഞിനെ തരാട്ടോ, ഫുഡ് തരാട്ടോ. ഞാൻ
കറക്കാൻ നേരത്ത് സ്റ്റൂളിൽ ഇരുന്നാണ് കറക്കണത്. കാരണം എനിക്ക് ഈ പൊക്കം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. വെറുതെ കാലിലിരുന്ന് കറക്കാൻ എനിക്ക് അറിയാൻ പാടില്ല. സ്റ്റൂള് തന്നെ വേണം. അതിന് വേണ്ടിയിട്ട് ഒരു ഇരുമ്പിന്റെ സ്റ്റൂൾ ഉണ്ടാക്കിയിട്ടുണ്ട് കറവക്ക് വേണ്ടിയിട്ട്. മറ്റുള്ളവരൊക്കെ തന്നെ ഇരുന്ന് തറയിൽ ഇങ്ങനെ കാല് കുത്തിയിരുന്ന് കറക്കും. പക്ഷെ എനിക്ക് അങ്ങനെ കറക്കാൻ അറിയില്ല കേട്ടോ. എനിക്ക് ഇങ്ങനെ കറക്കാൻ അറിയുള്ളൂ. അതുകൊണ്ട് അതിനാരും പൊങ്കാല ഇടാൻ വരരുത്. നമ്മൾ സാധാരണക്കാരാണ്. നമുക്ക് ഇങ്ങനെ അറിയാവുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യണത്. ഈ പശുവിനെ നിങ്ങൾക്ക് എന്റെ വീഡിയോയിൽ ആദ്യത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മളെ തൊഴുത്ത് പണിതപ്പത്തൊട്ട് ഇവിടെ തൊഴുത്ത് പണിതപ്പത്തൊട്ട് ഉള്ള പശുവാണ്. ഇവളുടെ പേര് കർബി എന്നാണ് കേട്ടോ. അപ്പൊ ആൾക്കാണ് ഞാൻ ആദ്യം കറക്കാനായിട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം കറക്കുന്നതും ആദ്യം ഫുഡ് കൊടുക്കുന്നതും ആൾക്കാണ്. അല്ലെങ്കിൽ പുള്ളിക്കാരിക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും. പിണങ്ങിയൊക്കെ നമ്മള് മനുഷ്യന്മാര് നിൽക്കുന്ന പോലെയൊക്കെ തന്നെ നമ്മുടെ പശുക്കളും പിണങ്ങിയൊക്കെ നിൽക്കും, ദേഷ്യം പിടിച്ച് നിൽക്കും. അങ്ങനെയൊക്കെ ഉണ്ട്. തള്ളി നീക്കും, ഫുഡൊക്കെ കഴിക്കാണ്ടൊക്കെ തള്ളി നീക്കും. അതൊക്കെ നമ്മളെ പശുക്കളും ഉണ്ട്. അപ്പൊ ഇവക്കടെ കറവ കഴിഞ്ഞു. അതെ, ഇതാണ് പാല് കിട്ടിയേക്കുന്നത്. പാല് കറക്കണ വീഡിയോ വേണമെന്ന് പറഞ്ഞ് ഞാൻ കറക്കണ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരെ ബൈ.